CTV ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിബി വർഗീസ്. ആദ്യം പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം രാഷ്ട്രം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പിറവം തൃപ്പൂണിത്തുറ റേഞ്ച് ചെത്ത് തൊഴിലാളി യൂണിയൻ AITUC വാർഷിക സമ്മേളനം പിറവത്ത് നടന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണിയുടെ പഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭ ചേർന്നു. വെള്ളൂർ അക്ഷയ കേന്ദ്രത്തോടനുബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്കായി PSC കോച്ചിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. എൽദോ മാർ ബസേലിയോസ് ബാവയുടെ ഖബറിംഗിലേക്കുള്ള കാൽനട തീർത്ഥയാത്രാ ഭക്തി നിർവ്വഹണം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം രാഷ്ട്രം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കോൺഗ്രസ് പിറവം മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവം കരവട്ടക്കുരിശിങ്കലിൽ നടന്ന ഗാന്ധി ജയന്തി ദിനാചരണം കോൺഗ്രസ് നേതാവ് KV മാത്യു ഉദ്ഘാടനം ചെയ്തു. C പൗലോസ്, സാബു K ജേക്കബ്, തോമസ് മല്ലിപ്പുറം, KN ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാൻ ഭഗവാന്റെ കർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശ്രീ ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും ചണ്ഡിദേവന്റെ ദയാവായ്പും ശ്രീ ഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിന് സ്ഥൈര്യവും ഒത്തുചേർന്ന ഒരാളെ കാണണമെങ്കിൽ വരുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിലല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്നാണ് പറയുന്നത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ വെള്ളൂർ ഡ്രൈവേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ വെള്ളൂർ കവലയിലും പരിസര പ്രദേശങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വെള്ളൂർ ജംഗ്ഷനിൽ നടന്ന ശുചീകരണ പ്രവർത്തനം KPCC മെമ്പർ NM താഹ ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് PS ബാബു അധ്യക്ഷനായിരുന്നു. യൂണിയൻ ജനറൽ സെക്രട്ടറി MR ഷാജി ഗാന്ധിദിന സന്ദേശം നൽകി. PV ചന്ദ്രൻ, TK കുര്യാക്കോസ്, PA മോഹനൻ, VN പ്രദീപ്, ജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗാന്ധിജിയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ലോകമെങ്ങും ആരാധിക്കുന്ന ഗാന്ധിജിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ 47 സ്വാതന്ത്ര്യലബ്ധിക്ക് ഉണ്ടായിരുന്ന അവസ്ഥാവിശേഷവും 60 വർഷങ്ങൾ പിന്നിട്ട ഭരണത്തിലുണ്ടായ വ്യത്യാസങ്ങളുമൊക്കെ നമ്മളുടെ കഴിഞ്ഞ തലമുറയും ഈ തലമുറയും വരും തലമുറയുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി പിറവം പഞ്ചായത്ത് അംഗങ്ങൾ ശ്രമദാനം നടത്തി. ശ്രമദാന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സാബു K ജേക്കബ് നിർവഹിച്ചു. പിറവം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും പരിസരത്തിലുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. വൈസ് പ്രസിഡന്റ് അന്നമ്മ ഡോമി, ജമർ മാത്യു, ഷിബു ജോർജ്, ബിജു റെജി എന്നിവർ സന്നിഹിതരായിരുന്നു. ഇന്ന് ഇന്ത്യയൊട്ടാകെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, ഗാന്ധിജിയുടെ 143ാമത് ജന്മദിനം എല്ലായിടത്തും കൊണ്ടാടുകയാണ്. സ്കൂളുകളിലും അതുപോലെ തന്നെ പഞ്ചായത്ത് സ്ഥാപനങ്ങളെല്ലാം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സേവനവാരം ഇന്ന് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പിറവം പട്ടണത്തിലെ ബസ് സ്റ്റാൻഡ് അകം ഉൾവശം ക്ലീൻ ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾ, പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിജു, ജമ്മർ മാത്യു, അതേപോലെ കുടുംബശ്രീയുടെ CDSന്റെ ചെയർപേഴ്സൺ ഷാബി അടക്കം കുടുംബശ്രീയുടെ പ്രവർത്തകരടക്കം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ട് ഞങ്ങളിത് കൂട്ടമായി ഇനി ബസ് സ്റ്റാൻഡിനകം ക്ലീൻ ചെയ്യുകയാണ്. തീർച്ചയായും ഇതിലേക്ക് കടന്നു വന്ന എല്ലാവരെയും
ഈ സേവനവാരത്തിലേക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിവാദ്യം. മേവള്ളൂർ കുഞ്ഞിരാമൻ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനം നടന്നു. സ്കൂൾ HM ഡാലിയ എബ്രഹാം, സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് അനിൽകുമാർ, PTA പ്രസിഡന്റ് ലാൽ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സ്കൂളിലും പരിസരങ്ങളിലുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. സ്കൂൾ അങ്കണത്തിൽ കുട്ടികൾ ഗാന്ധി ദിനത്തിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ചു. സത്യാഗ്രഹം, നിസ്സഹകരണം, ആത്മത്യാഗം. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. എന്തെങ്കിലും സത്യം നേടാൻ വേണ്ടിയിട്ട് സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, അതാണ് സത്യാഗ്രഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി മണിയടിൽ ശുചീകരണ പ്രവർത്തനം നടന്നു. മണിയട് സർവീസ് സഹകരണ ബാങ്കിന്റെയും മണിയട് ഏഴക്കർനാട് മിൽക്ക് സൊസൈറ്റിയുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. സഹകരണ മേഖലയിൽ ഒരു ശുചീകരണ പരിപാടി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുകയാണ്. മണിയട് പഞ്ചായത്തിൽ മണിയട് സർവീസ് സഹകരണ ബാങ്ക്, മണിയട് മിൽക്ക് സൊസൈറ്റി, ഏഴക്കർനാട് മിൽക്ക് സൊസൈറ്റി എന്നീ സഹകരണ സ്ഥാപനങ്ങൾ ചേർന്ന് മണിയടിൽ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇന്നിവിടെ നടത്തുന്നത്. ഇതിൽ പഞ്ചായത്ത് അംഗങ്ങൾ, മണിയട് സഹകരണ ബാങ്ക് കമ്മിറ്റി അംഗങ്ങൾ, ഏഴക്കർനാട് മിൽക്ക് സൊസൈറ്റി കമ്മിറ്റി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ ചേർന്നാണ് പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബ്രഹ്മമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NCC യൂണിറ്റിൻ്റെയും JCI അരയൻകാവ് ചാപ്റ്ററിൻ്റെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, മദ്യപിക്കുന്നത് അപമാനം, മദ്യപിക്കാത്തത് അഭിമാനം എന്നിങ്ങനെ വിവിധ ഇനം പ്ലക്കാർഡുകൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് കുട്ടികൾ സൈക്കിൾ റാലി നടത്തിയത്. പിറവം പഞ്ചായത്ത് 13-ാം വാർഡ് കളമ്പൂരിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ശ്രമദാനം നടന്നു. 13-ാം വാർഡ് മെമ്പർ PK പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. മത്സ്യ കോളനി രശ്മി ക്ലബിൻ്റെയും ആരോഗ്യവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തൊഴിലുറപ്പ് പ്രവർത്തകരുടെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. 2 കടവുകളുടെയും ശുചീകരണവും മത്സ്യ കോളനിയിലെ മലിനജല ശുചീകരണവുമാണ് പ്രധാനമായും നിർവഹിച്ചത്. കളമ്പൂർ 13-ാം വാർഡിൽ ഗാന്ധി ജയന്തി പ്രമാണിച്ചുള്ള പരിസര ശുചീകരണ വാരം ആഘോഷത്തിൻ്റെ ഭാഗമായി മത്സ്യ കോളനി ഭാഗത്ത് രശ്മി ക്ലബിൻ്റെയും ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തൊഴിലുറപ്പ് പ്രവർത്തകരുടെയും കൂട്ടാശ്രമത്തിൽ ഒരു പരിസര ശുചീകരണം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കടവുകൾ രണ്ടും വള്ളം എടുക്കാനായിട്ട് അവിടെ പായൽ വന്ന് കിടക്കുന്നതെല്ലാം വൃത്തിയാക്കുന്നു. അതുപോലെ കോളനിയിലുള്ള മലിനജലം കെട്ടിക്കിടക്കുന്ന മറ്റുള്ളതുമെല്ലാം വൃത്തിയാക്കുക, വേസ്റ്റിന് വേണ്ടി കുഴികൾ കുഴിക്കുക, ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളാണ് ഇവർ ചെയ്യുന്നത്. കരിപ്പാടം വിന്നേഴ്സ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് തട്ടാവേലി ജനകീയ പാലം നവീകരണവും സേവന ദിനാചരണവും നടത്തി. ജനകീയ ആസൂത്രണ പ്രസ്ഥാന കേരളത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് തട്ടാവേലി ജനകീയ പാലം. 1998-99 വെള്ളൂർ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റാണിത്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ കൂട്ടായ്മയാണിത്. ഇതിൻ്റെ അറ്റകുറ്റപ്പണികളും പെയിൻറ്റിങ്ങും കരിപ്പാടത്തെ വിന്നേഴ്സ് സാംസ്കാരിക വേദി ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തി. KPCC മെമ്പർ NM താഹ, വാർഡ് മെമ്പർ ലതിക രമേശ്വൻ, ക്ലബ്ബ് പ്രസിഡന്റ് അർജുൻ രാജ്, സെക്രട്ടറി അജാസ്, വാർഡ് കോർഡിനേറ്റർ സിജി കുശനിലം, സുധർമ്മൻ, PR സുഗുണൻ, ലൈല ജമാൽ എന്നിവർ സന്നിധരായിരുന്നു. ഒക്ടോബർ 1-2 തീയതികളിലായാണ് സേവന ദിനാചരണം നടക്കുന്നത്. 12 വർഷത്തിനുള്ളിൽ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലും മറ്റേതെങ്കിലും ഭാഗത്ത് നിന്നോ ഈ പാലത്തിനൊരു മെയിൻ്റനൻസ് കിട്ടാത്ത സാഹചര്യത്തിൽ 12 വർഷങ്ങൾക്ക് ശേഷം PWD റോഡ് ഈ പാലത്തിൻ്റെ ഇരുവശത്തുമുള്ള റോഡ് ഏറ്റെടുത്തെങ്കിലും ഈ ഇവിടുത്തെ ഒരു ക്ലബിൻ്റെ നേതൃത്വത്തിൽ, വിന്നേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ, വിന്നേഴ്സ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പാലത്തിന് പെയിൻറ്റിങ് പണികളും ഈ പാലം കഴുകി വിനയാക്കുകയും ചെയ്ത സംരംഭം ഒക്ടോബർ 2 നടപ്പിലാക്കുവാൻ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും കൂട്ടായ്മയിൽ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളത് ഇവിടുത്തെ ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും വീണ്ടും ഒരു ഉദാഹരണം കൂടിയായി
കണക്കാക്കണം എന്ന് മാത്രം. ഗാന്ധി ജയന്തിയുടെ ദിനത്തിൽ പാലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും മറ്റ് പെയിൻ്റ് അടികളും വിന്നേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിൽ നാട്ടുകാരുടെ എല്ലാവരുടെയും കൂട്ടായ്മ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി പിറവം MKM ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ശ്രമദാനം നടന്നു. NSS കോർഡിനേറ്റർ ഷാജി സാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശ്രമദാനം. പിറവം താലൂക്ക് ആശുപത്രിയിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഗാന്ധി ജയന്തി ഭാരതത്തിലെ എല്ലാവരും തന്നെ ഒരു കാര്യമായി ആചരിച്ചു വരികയാണ്, ആഘോഷിക്കുകയല്ല. ഗാന്ധിജിയുടെ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നാഷണൽ സർവീസ് സ്കീം രൂപീകൃതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജയന്തി ദിനമായി ഇന്ന് കുട്ടികൾ സേവന ദിനമായി ആചരിക്കുകയാണ്. പിറവം ഗവൺമെൻറ് ആശുപത്രിയുടെ താലൂക്ക് ആശുപത്രിയുടെ പരിസരവും ആശുപത്രിയും വൃത്തിയാക്കുക എന്നുള്ളതാണ് പിറവം MKM ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. കുട്ടികൾ വളരെ ഉത്സാഹത്തോടുകൂടി ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഗവൺമെൻറ് ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരും വളരെ കാര്യമായി സഹകരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഇങ്ങനെയൊരു സേവനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ആശ്രയ പുരുഷ സ്വയം സഹായ സംഘത്തിൻ്റെയും പ്രിയദർശിനി ജനശ്രീ യൂണിറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വെള്ളൂർ പഞ്ചായത്ത് 11-ാം വാർഡിലെ കൊട്ടപ്പള്ളി മുട്ടശ്ശേരിയിൽ റോഡിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. വാർഡ് മെമ്പർ ലൈല ജമാൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ പുരുഷ സ്വയം സഹായ സംഘം ആശ്രയ സംഘത്തിലെ കുടുംബാംഗങ്ങളും പിന്നെ ജനശ്രീ കുടുംബത്തിലെ എല്ലാ കുടുംബശ്രീ അംഗങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചു മക്കളും രാവിലെ മുതൽ ഇത്രയും നേരം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ കൊട്ടപ്പള്ളി മുട്ടശ്ശേരി റോഡിൻ്റെ നവീകരണമാണ് ഇവിടെ ഒക്ടോബർ 2 നടക്കുന്നത്. നാമക്കുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രമദാനം നടന്നു. വാർഡ് മെമ്പർ KN ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളും ഗ്രൗണ്ടും പരിസരങ്ങളിലുമാണ് ശുചീകരണം നടന്നത്. പന്തി ഭോജനവും ഉണ്ടായിരുന്നു. ഭാരതത്തിലെ ജനതയെ ഒരു സമരം നയിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയും അതിൻ്റെ ലക്ഷ്യപ്രാപ്തിക്കിലേക്ക് വേണ്ടിയിട്ട് അവരെ നയിക്കുകയും അങ്ങനെ ലക്ഷ്യം കാണുകയും ചെയ്ത ആ മഹാത്മാവ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും അഹിംസയുടെയും ദൈവമാണ്. ഗാന്ധി ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് വടകര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടന്നു. ബാങ്കും ബാങ്കിന്റെ പരിസരങ്ങളിലുമാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ബാങ്ക് പ്രസിഡന്റ് KS ഗോപാലൻ, സെക്രട്ടറി ലത, ജീവനക്കാരായ VN ബാബു, രാജീവ് AC, ബോർഡ് മെമ്പർമാരായ TN സുമോദ്, ലൈല ജമാൽ, P ഗോപകുമാർ, വിജയൻ, KM സുധർമ്മൻ, PA ഷാജി, CP അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡിപ്പാർട്ട്മെന്റ് ഈ ഒക്ടോബർ 2 സംസ്ഥാന വ്യാപകമായി ഈ ശുചീകരണ ദിനം ആചരിക്കുക. മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ശുചീകരണ പരിപാടി ആചരിക്കുന്നത്. അതിവിടെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരും ജീവനക്കാരും ഇന്ന് രാവിലെ 9 മണി മുതൽ ഇവിടെ ഇപ്പോൾ ഈ ഗ്രൗണ്ട് പരിസര പ്രദേശങ്ങൾ നന്നാക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പിറവം 3-ാം വാർഡിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. വാർഡ് മെമ്പർ കുഞ്ഞുമോൾ തോമസ് ശ്രമദാനത്തിന് നേതൃത്വം നൽകി. പിറവം സ്നേഹഭവനും പരിസരങ്ങളിലുമാണ് ശുചീകരണം നടന്നത്. കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുകയും അവരുടെ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന നമ്മുടെ പിറവം പഞ്ചായത്തിൽ ഇങ്ങനൊരു ഒരു കൂട്ടായ്മ സ്നേഹഭവൻ നടത്തുന്നതുകൊണ്ട് ആതുര ശുശ്രൂഷ നടത്തുന്നതുകൊണ്ട് ഇവിടെ ഒന്ന് ശുചീകരണം നടത്തണമെന്ന് താല്പര്യമുണ്ട്. എൻ്റെ വാർഡ് പിറവം തൃപ്പൂണിത്തുറ റേഞ്ച് ചെത്തുതൊഴിലാളി യൂണിയൻ ATUC വാർഷിക സമ്മേളനം പിറവത്ത് നടന്നു. പിറവം കമ്പാനിയൻസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ചെത്തുതൊഴിലാളി ഫെഡറേഷൻ ATUC പ്രസിഡന്റ് KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി EA കുമാരൻ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും, ചെത്തുതൊഴിലാളി ഫെഡറേഷൻ ATUC ജനറൽ സെക്രട്ടറി TN രമേശൻ പെൻഷനേഴ്സ് സംഗമം ഉദ്ഘാടനവും നിർവഹിച്ചു. KK അഷറഫ്, അഡ്വക്കേറ്റ് KN സുഗതൻ, CV യോഹനൻ, KN ഗോപി,
MM ജോർജ്, PK മാത്യു, CN സദാമണി, MG രാമചന്ദ്രൻ, ഉപേന്ദ്രദാസ് മോഹൻ, MR പ്രസാദ്, PK സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ വില എത്ര വർദ്ധിച്ചാലും വിലക്കയറ്റം ജനങ്ങളുടെ ജീവിതം തകർത്ത് കളഞ്ഞാലും മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ കിട്ടാതെ വന്നാലും അരിയുടെ വില 40 രൂപ വർദ്ധിച്ചാലും പഞ്ചസാരയുടെ വില വർദ്ധിച്ചാലും ഉദ്യോഗസാധന വില കൂടിയാലും പാചകവാതക കണക്ഷന്റെ വില കൂട്ടിയാലും അതിനെ സബ്സിഡി ഇല്ലാതാക്കിയാലും ബസ് ചാർജ് വർദ്ധിപ്പിച്ചാലും പാലിന്റെ വില കൂട്ടിയാലും ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടിയാലും ജീവിതത്തെ ഏറ്റവും ദുരിതത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയാലും അതൊന്നും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പ്രശ്നങ്ങളല്ല. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണിയൂർ പഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭ ചേർന്നു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് അധ്യക്ഷനായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സുതാര്യവും കാര്യക്ഷമവുമായ നടത്തിപ്പ് ലക്ഷ്യമിട്ടാണ് പ്രത്യേക ഗ്രാമസഭ ചേർന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി തോമസ്, വൈസ് പ്രസിഡന്റ് സിജി ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തമ്പീസ് കറിയ, ശ്യാമ പി ദേവരാജൻ, മെമ്പർമാരായ ഷിജി ബിജു, VT സോമൻ, ബാബു കെ വർഗീസ്, സുമാ ബിജു, VG ജോർജ്, AB മാത്യു, സുനിത സാജു, AD ഗോപി, പഞ്ചായത്ത് സെക്രട്ടറി, NREGS ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ, എഞ്ചിനീയർമാർ എന്നിവർ ഗ്രാമസഭയിൽ പങ്കെടുത്തു. കുറ്റമറ്റ രീതിയിൽ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാകണം ആദ്യമായി മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ചേരുന്ന ഇന്നത്തെ ഈ സ്പെഷ്യൽ ഗ്രാമസഭയുടെ മൊത്തത്തിലുള്ള ഒരു തീരുമാനം, മൊത്തത്തിലുള്ള ഒരു ചിന്താഗതി ഞാൻ ഈ വിവരിച്ച തരത്തിലായിരിക്കണം. അതിന് നിങ്ങളുടെ സഹകരണമാണ് അത്യപേക്ഷിതമായിട്ടുള്ളത്. വെള്ളൂർ അക്ഷയ കേന്ദ്രത്തോടനുബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്കായി PSC കോച്ചിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രമുഖ PSC പരിശീലകനായ PS പണിക്കർ ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ ഗൈഡൻസ് ക്ലാസ് നൽകി. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി അക്ഷയ കേന്ദ്രത്തെ സമീപിക്കുക. ഫോൺ 9496 07 2696 257072. PSC കോച്ചിംഗ് സംഘാടകരായ മനോജ് തോമസ്, ഷിബു KR തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വെള്ളൂർ ഒരു പുതിയ പ്രസ്ഥാനം ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കോച്ചിങ് സെൻ്ററിൽ തലയിലപ്പറമ്പ്, വൈക്കം അങ്ങനെയുള്ള പാലം, എറണാകുളം, കോട്ടയം ഈ ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. റിസർവേഷൻ വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലും ഒക്കെ ഇഷ്ടംപോലെ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ പോലും വെള്ളൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 5% കുറച്ച് പേര് മാത്രമേ സർക്കാർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നുള്ളൂ. കാരണം അവരുടെ ആ ഒരു പരീക്ഷകളിൽ പങ്കെടുക്കുമ്പോൾ ഉള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ പോരായ്മ മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് വൈക്കം താലൂക്കിലെ ചെത്തു തൊഴിലാളികൾ കൂലി വർധനവിന് വേണ്ടി നടത്തിയ പണിമുടക്ക് സമരം ഒത്തുതീർപ്പായത് സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി പൊതുസമ്മേളനം ചേർന്നു. വൈക്കം ബോട്ടുചേട്ടി മൈതാനിയിൽ ചേർന്ന സമ്മേളനം കേരള സ്റ്റേറ്റ് ചെത്തു തൊഴിലാളി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി TN രമേശൻ ഉദ്ഘാടനം ചെയ്തു. CM മോഹനൻ അധ്യക്ഷനായിരുന്നു. KS രത്നാകരൻ, KD വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. എഗ്രിമെന്റ് ഒപ്പിടുന്ന സന്ദർഭത്തിൽ എഗ്രിമെന്റ് എഴുതി ഒപ്പിടാൻ മുന്നോട്ട് വരുന്ന സന്ദർഭത്തിൽ കോൺട്രാക്ടർമാർ ഒരു പുതിയ ആവശ്യം യൂണിയന്റെ നേരെ ഉന്നയിക്കാനുണ്ടായി. പുതിയ ഡിമാൻഡ് യൂണിയനോട് തിരിച്ചു വെക്കുകയാണുണ്ടായത്. ഈ പറയുന്ന ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ ഇതെല്ലാം ഞങ്ങൾ ഒക്ടോബർ 1 മുതലേ നടപ്പിലാക്കുക. 6 മാസക്കാലത്തെ ഇളവ് കൊടുക്കണം. അങ്ങനെ കൂലി വർധന ഉണ്ടാകുകയും അത് മുൻകാല പ്രാബല്യം ഒക്ടോബർ 1 മുതൽ നടപ്പിലാക്കുക, 6 മാസക്കാലത്തെ ഇളവ് കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു കൊടും ചതിയാണ്. കോതമംഗലം ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവായുടെ കബറിങ്കിലേക്കുള്ള കാൽനട തീർത്ഥയാത്ര ഭക്തി നിർഭരം. പിറവം രാജാതിരാജ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ എത്തിച്ചേർന്ന തീർത്ഥയാത്രയെ പള്ളി ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് യാത്ര കോതമംഗലത്തേക്ക് പുറപ്പെട്ടു. അധികൃതരുടെ അനാസ്ഥ മൂലം വൈക്കം നഗരത്തിലെ പ്രധാന ജംഗ്ഷനിൽ ഹൈ മാസ് ലൈറ്റ് കത്തുന്നില്ല. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ലൈറ്റ് പ്രവർത്തന സജ്ജമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ സൂചന പണിമുടക്ക് നടത്തി. വൈക്കം നഗരത്തെ പ്രകാശപൂരിതമാക്കുന്നതിന് വേണ്ടിയാണ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ച് കച്ചേരി കവലയിൽ ഹൈ മാസ് ലൈറ്റ് സ്ഥാപിച്ചത്. 30 മീറ്റർ ഉയരമുള്ള ഈ ലൈറ്റിന് 500 മീറ്റർ ചുറ്റളവിൽ പ്രകാശമെത്തിക്കുവാൻ കഴിയും. സർക്കാർ സ്ഥാപനങ്ങളും പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന
നഗരത്തിൻ്റെ മധ്യഭാഗത്ത് സന്ധ്യയ്ക്ക് ശേഷം ഇരുട്ട് മൂടിക്കിടക്കുന്നതിനാൽ യാത്രക്കാർക്കും ഇത് വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. വൈക്കത്തഷ്ടമി അടുക്കുന്ന സാഹചര്യത്തിൽ നഗരസഭാ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. TG ബിജു, R പ്രസാദ്, S രാജേന്ദ്ര പിള്ള, T പ്രകാശൻ, B ബിലാൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. അധികൃതർ യാതൊരു ഇതില്ല. അവർക്ക് അവരുടെ കാര്യം കാണണമെന്നുള്ള ഭരണം എന്താണെന്നുള്ള അവർക്കറിയാമില്ല, അവർക്ക് ഭരിക്കാനും അറിയാമില്ല, ശരിക്കാവില്ല. എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ വന്ന് കൂടുന്ന ഏത് ഇതാണ്. സന്ധ്യ ആയി കഴിഞ്ഞാൽ ഈ വരുന്ന ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് വണ്ടി കയറാൻ നിൽക്കുമ്പോഴത്തേക്കും ഇഴജന്തുക്കൾ കടിക്കുകയോ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും യാതൊരു യാതൊന്നും അറിയേണ്ട കാര്യമില്ല. അവർക്ക് പഠിച്ചാൽ അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യമാണെന്ന് മാത്രമേ ഉള്ളൂ. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം രാഷ്ട്രം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പിറവം തൃപ്പൂണിത്തുറ റേഞ്ച് ചെത്ത് തൊഴിലാളി യൂണിയൻ AITUC വാർഷിക സമ്മേളനം പിറവത്ത് നടന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണിയുടെ പഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭ ചേർന്നു. വെള്ളൂർ അക്ഷയ കേന്ദ്രത്തോടനുബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്കായി PSC കോച്ചിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. എൽദോ മാർ ബസേലിയോസ് ബാവയുടെ ഖബറിംഗിലേക്കുള്ള കാൽനട തീർത്ഥയാത്രാ ഭക്തി നിർവ്വനം. CTV ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം.